അപ്പോൾ നമ്മൾ ഇന്നൊരു സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. സിനിമ മറ്റൊന്നുമല്ല, പുഷ്പ 2 ആണ്. ഞാൻ അതിന്റെ റിവ്യൂ ഓൾറെഡി നമ്മളെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്ന പുഷ്പയുടെ മറ്റ് ചില വിശേഷങ്ങളാണ്. സംഗതി മറ്റൊന്നുമല്ല, അതായത് പുഷ്പ 2 ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സംഗതി ഫ്ലോപ്പ് എന്ന രീതിയിലേക്ക് വിധി എഴുതി. അതായത് മൊത്തത്തിൽ ഒരു ട്രോളും മയമായിരുന്നു പുഷ്പ 2വിനെ. ഫഹദ് ഫാസിലിന്റെ ഒക്കെ ഒരു വില്ലൻ കഥാപാത്രത്തിനെ ഇത്രയും കോമാളിയാക്കി ചിത്രീകരിച്ച ഒരു സിനിമയായിട്ട് ഇത് മാറി. അതുപോലെ തന്നെ അല്ലു അർജുനൊക്കെ, അതായത് അല്ലുവിന്റെ ഒക്കെ കഥാപാത്രം പുഷ്പ 1 ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ റൈസിങ് ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ്, അത് കണ്ടവർ തന്നെയാണ് ഈ സിനിമയ്ക്ക് കയറിയതും പുഷ്പ 2വിന്. പക്ഷെ റൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഈ സിനിമയിൽ അദ്ദേഹം ഒരു ഏത് തരത്തിലേക്ക് കഥാപാത്രം, എന്താ പറയുക, നമ്മുടെ ഈ ഒരു പുഷ്പരാജ് എന്ന് പറയുന്ന കഥാപാത്രം എത്രമാത്രം എന്താ പറയുക മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഷെഖാവത്തിന്റെ ക്യാരക്ടർ അതെ, പുഷ്പ 1 ഏറ്റവും ടോപ്പ് ഗിയറിൽ കയറി നിന്ന ഫഹദിന്റെ ക്യാരക്ടർ, അത് ശരിക്കും സെക്കൻഡ് പാർട്ടിനെ ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നതും അത് തന്നെയാണ്. ഷെഖാവത്ത് എന്ന് പറയുന്ന ഫഹദിന്റെ ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിൽ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്, ഒരു ഏറ്റുമുട്ടൽ, അതിന്റെ ആഴം എത്രയാവെന്ന് അറിയാൻ തന്നെയാണ് ആളുകൾ പുഷ്പ 2 വെയിറ്റ് ചെയ്തത്. പക്ഷെ ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ ട്രോളോട് ട്രോളാണ്. അല്ലു അർജുന്റെ ഒക്കെ അവസാനത്തെ അഭിനയം, കരച്ചിലൊക്കെ കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുക. പുഷ്പ 1 ചന്ദനമരമാണെങ്കിൽ പുഷ്പ 2 ചന്ദനമഴയാണെന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും രസകരമായ ഒരു ട്രോള്. തമിഴ്നാട്ടിലും മറ്റു തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ മോശമല്ല, അഭിപ്രായത്തിൽ വലിയ മോശമല്ല. ഈ ഏതാണ്ട് ഇതിനോട് സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയാൻ വന്ന അതല്ല, 4 ദിവസത്തെ പുഷ്പ 2വിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 800 കോടിക്ക് മുകളിലാണ്. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തില്ല. ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ നോക്കണ്ടെന്നാണ്, തിരിഞ്ഞു നോക്കണ്ട. ആ സിനിമ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ അത് ഗംഭീരമായി കയറിപ്പോയിക്കോളും. നെഗറ്റീവ് ആണെങ്കിൽ അത്രയും നഷ്ടത്തിൽ 500 കോടി മുടക്കിയിട്ടാണ് പുഷ്പ 2 ഇറക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 500 എത്തൂലെന്ന് വിചാരിച്ചു. ആദ്യത്തെ കമന്റ്സ് വന്നപ്പോൾ ആളുകൾ കയറില്ല എന്ന് വിചാരിച്ചു. പക്ഷെ 4 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ആഗോള തലത്തിൽ നിന്ന് 800 കോടി കളക്ട് ചെയ്തിരിക്കുന്ന സിനിമയായി മാറിയിരിക്കുന്നു. അതായത് ഒരാഴ്ച കൊണ്ട് 1000 കോടി ക്ലബിൽ. ഷാരൂഖ് ഖാന്റെയും പിന്നെ അനിമൽ എന്ന് പറയുന്ന രൺബീർ കപൂറിന്റെ സിനിമേനൊക്കെ അവരുടെ കളക്ഷനൊക്കെ മറികടന്നിരിക്കുന്നു ഈ പുഷ്പ 2. അപ്പൊ അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്ന ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലു അർജുൻ എന്ന് പറയുന്ന നടന് ഇന്ത്യ ഒട്ടുക്ക് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഫാൻ ബേസ് തന്നെയാണ് ഈ സിനിമ ഇത്രയും മോശമുള്ളൊരു സിനിമ എന്ന രീതിയിൽ ട്രോളിയിട്ടും ആ സിനിമയ്ക്ക് ഇത്രയും കോടിക്കിലുക്കം ഉണ്ടാക്കാൻ സാധ്യമായത് അത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ആൾക്ക് എത്ര കോടി മുടക്കിയിട്ടും എനിക്ക് തോന്നുന്നു ഏത് തരത്തിലും സിനിമ ചെയ്യാം, എത്ര ചളി സിനിമയും ചെയ്യാം എന്നാണ് പുഷ്പ 2 നമ്മോട് പറയുന്നത്. എൻ്റെ വിലയിരുത്തൽ പ്രകാരം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും പുഷ്പ 1 എത്രയോ താഴ്ന്നു പോയൊരു സിനിമയാണ് പുഷ്പ